ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലുള്ള ഒരു ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ജൂണിൽ നടന്നിട്ടുള്ള 12 ഡേ വാറിന്റെ സമയത്ത് തന്നെ അമേരിക്കയുടെ US ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ആണവ ശക്തി നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു US ഇന്റലിജൻസിന്റെ കഴിഞ്ഞ ജൂണിൽ നടന്ന പാക്ട് പ്രകാരമുള്ള കണക്കുകൂട്ടൽ, അതല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പിന്നെ US എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ക്ലെയിം ചെയ്യുന്നത് ഇറാൻ ഈസ് ജസ്റ്റ് വൺ വീക്ക് അവേ ഫ്രം ദിസ് ബോംബ് ബിൽഡിംഗ് എന്നുള്ളത്. അതായത് ന്യൂക്ലിയർ ബോംബ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് അകലെയാണെന്ന് കഴിഞ്ഞ വീക്ക് പറയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നത് ഇറാൻ കഴിഞ്ഞ ജൂണിൽ നടന്ന തിരിച്ചടിക്ക് ശേഷം പ്രത്യേകിച്ചും ഇറാന്റെ വളരെ സീനിയറായ ആണവ ശാസ്ത്രജ്ഞരായ ഒരുപാട് ആളുകൾ, ഇപ്പൊ മുഹ്സിൻ ഫഖ്രിജാദെ അടക്കമുള്ള ഇറാന്റെ ഏറ്റവും ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റുകളെ മുൻപേ അമേരിക്കയും ഇസ്രായേലും ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള സയന്റിസ്റ്റുകളൊക്കെ നിരനിരയായി കൊന്നൊടുക്കിയതിന് ശേഷം ഒരിക്കലും ഇറാന് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈവൻ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ശ്രമത്തിനിടെ ഒമാനി വിദേശകാര്യ മന്ത്രി ഇതിൽ നെഗോഷിയേഷന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന മിസ്റ്റർ ബദർ ബിൻ ഹമ്മാദ് എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വാർ അവസാനിപ്പിക്കുന്നതിനാവശ്യമായി പൂർണ്ണമായും നിരായുധീകരണത്തിന് ഇറാൻ സജ്ജമായിരുന്നു എന്നത് മീഡിയേറ്റേഴ്സിനെ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഈ ഒരു സാഹചര്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായും വിരൽ ചൂണ്ടുന്നത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് നടക്കാതെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങില്ല എന്നത് കൂടിയാണ്. അതുമാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പരമോന്നത നേതാവിനെയാണ് US ഇസ്രായേൽ അതിക്രമിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് കണ്ടും വളരെ എക്സിസ്റ്റൻഷ്യൽ ആയ ഒരു ത്രെട്ടിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്സ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലനിൽപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് അല്ലെങ്കിൽ US ബേസസിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്ന സമയത്ത് പോലും തീർച്ചയായും അവരുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇറാൻ പോകുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം